അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നതല്ലേ. യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 2 താണ്ടെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ് 1ൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. മക്കൾ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ യൂണിറ്റ് 2ലേക്ക് നമുക്ക് കടക്കാം. യൂണിറ്റിൻ്റെ പേരെന്താണ്? ദ വിങ്സ് ഓഫ് ഡ്രീംസ്. എന്താണ് വിങ്സ്? എന്താണ് വിങ്സ്? ചിറകുകൾ. എന്തിൻ്റെ? ഡ്രീംസിൻ്റെ, സ്വപ്നങ്ങളുടെ ചിറകുകളാണ് അല്ലേ. നോക്കിയേ, തന്നിരിക്കുന്ന പിക്ചർ കണ്ടോ? നന്നായിട്ടുണ്ടല്ലേ, മനോഹരമായ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. താഴെ എന്താ തന്നിരിക്കുന്നത്? ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. എന്താണ് ഡ്രീംസ്? സ്വപ്നങ്ങൾ എന്തായി മാറുന്നു? ചിന്തകളാകുന്നു അല്ലേ. സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ളത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ച് അവസാനം എന്ത് ചെയ്യും? അതിൻ്റെ തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അങ്ങനെയാണ് നമ്മൾ പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. ആദ്യം എന്താ അപ്പം നമുക്ക് വേണ്ടത്? സ്വപ്നങ്ങൾ വേണമല്ലേ. എന്നിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ എന്തുണ്ടാവും? റിസൾട്ട് ഉണ്ടാകും. ആരാ പറഞ്ഞത് ഇത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിനെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ആയിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പം നോക്കിയേ, തന്നിരിക്കുന്ന പിക്ചർ നോക്കും മക്കളെ. ദ ഡോർവേ. സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടക്കം പറയുകയാണ്. അതായത് ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇൻ ദ പിക്ചേഴ്സ് 2 ട്രെയിനിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ അബവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. നിങ്ങൾക്ക് 2 ട്രെയിൻസ് കാണാം അല്ലേ? കാണാം. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഈ 2 ട്രെയിനും ഒരുപോലുള്ളതാണോ? അല്ല, വ്യത്യസ്തമായിട്ടുള്ളതാണ് അല്ലേ. എന്ത് വ്യത്യാസമാണുള്ളത്? എന്താ വ്യത്യാസം പറഞ്ഞേ? ഒന്നാമത് നൽകിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ പഴയ ട്രെയിനാണല്ലേ. എന്താണ്? പുകയൊക്കെ വിട്ട് വരുന്ന, നമ്മുടെ ആ കൽക്കരിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന പഴയ ട്രെയിൻ. ഇപ്പോൾ തന്നിരിക്കുന്ന രണ്ടാമത്തെ പിക്ചർ എന്താണ്? അതൊരു ഇലക്ട്രിക് ട്രെയിൻ ആണല്ലേ. അപ്പോൾ 2 എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? ആ ട്രെയിൻ യാത്രയിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? വളരെ മനോഹരമായിരുന്നില്ലേ? ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേർണി അല്ലേ. അടുത്തത് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ആ യാത്രയെ പറ്റി നിങ്ങളുടെ കൂട്ടുകാരോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ. അപ്പോൾ എവിടെ തൊട്ട് എവിടം വരെയാണ് പോയത്, ആരൊക്കെ ഉണ്ടായിരുന്നു, യാത്ര എങ്ങനെയായിരുന്നു എന്നൊക്കെ വിശദമായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെറുതട്ടണം തന്നിട്ടുണ്ട്. മൈ ജേർണി വാസ് ടു ട്രിവാൻഡ്രം ഫ്രം കൊല്ലം ടു വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വിത്ത് മൈ ഫാമിലി. ഇറ്റ് വാസ് റിയലി എ നൈസ് ജേർണി. ഐ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. ഞാനൊരു ഇത്തിരി തന്നിട്ടുള്ളൂ, ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ് ദ ലിറ്റിൽ എൻജിൻ? വളരെ ചെറിയൊരു എൻജിൻ ദാറ്റ് കുഡ്, അതിനെ കൊണ്ട് കഴിയുന്നത്. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ യാത്രയെ പറ്റി ഇന്ന് നോക്കിയേ. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദി ട്രാക്സ്. ലിറ്റിൽ ട്രെയിൻ ട്രാക്കിലൂടെ ലിറ്റിൽ ട്രെയിൻ പോവുകയാണ്. ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. വളരെ സന്തോഷവതിയായിട്ടുള്ളൊരു കുഞ്ഞു ട്രെയിനാണത്. ഹെർ കാസ് വെർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഹെർ കാസ് എന്താണ്? ബോഗികളില്ലേ, കുഞ്ഞു കുഞ്ഞു കുഞ്ഞ്, അതിനെയാണ് പറയുന്നത് കേട്ടോ. അത് എന്താണ് അതിനകത്ത് നിറച്ചുള്ളത്? ബോയ്സിനും ഗേൾസിനും വേണ്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. There were all kinds of toy animals. അതിനകത്ത് എന്തുണ്ട്? എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസും ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, പലതരത്തിലുള്ള ടോയ്സില്ലേ നിങ്ങൾക്ക്, ആനിമൽ ടോയ്സ്. അത് ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. ജിറാഫുണ്ട്, നീണ്ട കഴുത്തുള്ള ജിറാഫുണ്ട്. ടെഡി ബയേഴ്സ് വിത്ത് നോ നെക്സ്. നെക്കൊന്നുമില്ലാത്ത ടെഡി ബയേഴ്സ് ഉണ്ട്. ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്. ഒരു കുഞ്ഞ് എലിഫൻറ്റ് വരെ ഉണ്ട് അതിനകത്ത്. ബേബി എലിഫൻറ്റ് എന്താണ്? ആനക്കുട്ടനും ഉണ്ട്. There were all kinds of dolls too. എല്ലാ തരത്തിലുള്ള ഡോൾസ്, പാവകളുമുണ്ട്. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. എന്താണ്? പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാണല്ലേ. എന്താണ്? ബ്ലൂ ഐസും യെല്ലോ ഹെയറും ഒക്കെ ഉള്ള ഡോൾസ്. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ബ്രൗൺ ഐസും ബ്രൗൺ ഹെയറും ഉള്ളത്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. ക്ലൗൺ ഉണ്ടല്ലേ. എന്താണ് ക്ലൗൺ? നമ്മൾ സർക്കസിലൊക്കെ ക്ലൗണിനെ കാണാറില്ലേ. എന്താണ്? പല കളറിലൊക്കെ മുഖത്തൊക്കെ ചായം പൂശി മൂക്കിലൊരു ചുമന്ന കളറൊക്കെ വെച്ച് ക്ലൗൺ, കോമാളി വരില്ലേ. അപ്പോൾ അങ്ങനെ ഒരെണ്ണവും അവിടെ ഉണ്ട്. There were toy trucks, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. ഇനി ട്രക്കുകൾ, എയർപ്ലെയിൻ, ബോട്ട്സ്, ഇതിൻ്റെ ഒക്കെ ടോയ്സ് ഉണ്ട്. There were picture books, games and drums to play. ഇനി കളിക്കാൻ എന്തൊക്കെയാണുള്ളത്? പടം വരയ്ക്കാനായിട്ട് പിക്ചർ ബുക്സ്, അല്ലെങ്കിൽ എന്താണ് കളറുള്ള
പല പടങ്ങളുള്ള ബുക്സ് ഉണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഇല്ലേ, ഓരോ പിക്ചേഴ്സും ഒക്കെ ഉള്ള ബുക്സ് നമ്മൾ കണ്ടിട്ടില്ലേ. എലിഫൻറ്റ്, ഇ ഫോർ എലിഫൻറ്റ്, ആദ്യം തൊട്ട് പറയാം, എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, അങ്ങനെ ഉള്ളത് ഉണ്ട്. പിന്നെന്താണ്, പലതരത്തിലുള്ള വാഹനങ്ങളുടെ ചിത്രങ്ങളുള്ളതുണ്ടാകും, ഫ്രൂട്ട്സിൻ്റെതുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും, ആനിമൽസിൻ്റെതുണ്ടാകും. പിന്നെ ഗെയിംസ്, പിന്നെ കളിക്കാനായിട്ട് എന്തുമുണ്ട്, ഡ്രംസും ഉണ്ട്. The little train carried every kind of toy that boys or girls would play with. അപ്പോൾ ലിറ്റിൽ ട്രെയിന് എല്ലാ തരത്തിലുള്ള ടോയും കൊണ്ടുപോകുന്നുണ്ട്, ബോയ്സിനും ഗേൾസിനും ഒക്കെ കളിക്കാൻ പറ്റിയത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. അത്രയും മാത്രമായിരുന്നു ഉള്ളത്. The little train carried good things to eat too. കഴിക്കാനുള്ള നല്ല സാധനങ്ങളും കൂടെ ആര് കൊണ്ടുപോകുന്നുണ്ട്, ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നുണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ ഉരുണ്ട ഓറഞ്ച്. ഫാറ്റായിട്ടുള്ള തടിച്ച റെഡ് ആപ്പിൾസ്, റെഡ് കളറിലുള്ള ആപ്പിൾസ്. ലോങ് യെല്ലോ ബനാനാസ്, നീളമുള്ള മഞ്ഞ നിറത്തിലുള്ള ബനാനാസ്. ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നറിന് ശേഷം കഴിക്കാൻ ലോലിപോപ്സ് ഉണ്ട്. വേറെ എന്തുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള നല്ല തണുത്ത പാലും ഉണ്ട്. The little train was taking all these good things to other side of the mountain. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, മൗണ്ടെയിനിൻ്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ് ലിറ്റിൽ ട്രെയിൻ. അടുത്ത സൈഡിലേക്കാണ് ഇതൊക്കെ ആയിട്ട് ട്രെയിൻ പോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. എന്നെ ഇങ്ങനെ കാണുമ്പോൾ ആ ഗേൾസിനും ബോയ്സിനും ഒക്കെ എത്ര സന്തോഷമാകും. സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു, they will like the toys and the good food that I am bringing. അവർക്ക് എന്തൊക്കെ ഇഷ്ടമാവും, ഈ ടോയ്സും ഈ നല്ല ഫുഡും ഞാൻ കൊണ്ടുവരുന്ന ഫുഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അല്ലേ. ബട്ട് all at once the train came to a stop. പക്ഷേ അറ്റ് വൺസ്, പെട്ടെന്ന് തന്നെ ട്രെയിൻ എന്ത് ചെയ്തു, ഒന്ന് നിന്ന് പോയി. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. മൂവ് ചെയ്യാനേ ആർക്ക് സാധിച്ചില്ല, ട്രെയിനിന് സാധിച്ചില്ല. Oh dear, said the little train. What can be the matter? ട്രെയിൻ എന്താ പറഞ്ഞ, എന്താ സംഭവിച്ചത്, എന്താ ഇങ്ങനെ. ഷി ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചു. ഷി ട്രൈഡ് ആൻഡ് ട്രൈഡ്, വീണ്ടും ശ്രമിച്ചു. ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ വീൽസ് ഒട്ടും അനങ്ങുന്നില്ല. വി ക്യാൻ ഹെൽപ്പ്, സെൽ ദ ടോയ് അനിമൽസ്. ടോയ് അനിമൽസ് എന്ത് പറഞ്ഞു, നമ്മൾക്ക് സഹായിക്കാം. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് അപ്പ് ഓഫ് ദെയർ കാർസ്. ക്ലൗണും ആനിമൽസും ഒക്കെ അവരുടെ ആ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിനെ അവർ പുഷ് ചെയ്യാൻ നോക്കി. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ മൂവ് ചെയ്യാൻ പറ്റിയോ, ഇല്ല. വി ക്യാൻ ഹെൽപ്പ് ടു, സെഡ് ദ ഡോൾസ്. അപ്പോൾ ഡോൾസ് എന്ന് പറഞ്ഞു, നമ്മൾക്കും സഹായിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈ ടു പുഷ്. അവരും പുറത്തിറങ്ങി പുഷ് ചെയ്യാൻ നോക്കി. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. എന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ട്രെയിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ആ ടോയ്സിനും ഡോൾസിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിങ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോഴാണ് താഴേക്ക് ഇറങ്ങി ആര് വന്നത്, ഒരു ഷൈനി ആയിട്ടുള്ള ഒരു എൻജിൻ ഇങ്ങനെ വന്നത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ്. അപ്പോൾ ആ എൻജിന് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റും. ക്രൈഡ് ദ ക്ലൗൺ. എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു, ക്ലൗൺ പറഞ്ഞു. കരഞ്ഞു എന്നല്ല, പറഞ്ഞു എന്നാണ് കേട്ടോ. ഹീ ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. ഒരു റെഡ് ഫ്ലാഗ് ഇങ്ങനെ വീശാൻ തുടങ്ങി. ആര്, നമ്മുടെ ക്ലൗൺ. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. അപ്പം റെഡ് ഫ്ലാഗ് കാണിക്കുന്നത് എന്തിനാണ്, ട്രെയിൻ നിർത്താൻ വേണ്ടി കാണിക്കുന്നതാണ് റെഡ് ഫ്ലാഗ് അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഈ എൻജിൻ ഇത് സ്ലോ ചെയ്തു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം, അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്, ദേ സെഡ്. അപ്പോൾ ഈ ടോയ്സും ഈ ക്ലൗഡും ഒക്കെ കിടന്ന് വിളിച്ച് പറയുക, എന്താണ്, ഞങ്ങളുടെ എൻജിൻ താണ്ടേ വർക്ക് ചെയ്യുന്നില്ല. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ട്രെയിനിനെ ഒന്ന് തള്ളിക്കൊണ്ട് പോകണമെന്ന്, വലിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. പുള്ള് ചെയ്യണം, വലിച്ചുകൊണ്ട് പോകണം. ഇഫ് യു ഡു നോട്ട്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അപ്പോൾ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ കാത്തിരിക്കുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ എന്ത് കിട്ടില്ല, ടോയ്സും കിട്ടില്ല, നല്ല ഫുഡും ഒന്നും കിട്ടില്ല എന്ന് പറയും. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. യു വോണ്ട് മീ ടു പുൾ യു? he asked. That's not what I do. I carry people. അപ്പോൾ എന്താ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രെയിൻ ആയിരുന്നോ അത്, എൻജിനായിരുന്നോ? അല്ല. അതെന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ പുള്ളി ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്?
ഞാനത് ചെയ്യത്തില്ല, എൻ്റെ ജോലി അതല്ല. ഞാൻ എന്ത് ചെയ്യുന്ന ആളാണ്? ഞാൻ ആൾക്കാരെ കൊണ്ട് യാത്ര ചെയ്യുന്ന ആളാണ്. They sit in cars with soft seats. സോഫ്റ്റ് സീറ്റ്സിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. They look out of the windows. അവർ വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. They eat in a nice dining car. അവർ നല്ല നൈസ് ആയിട്ടുള്ള ഡൈനിങ് കാറിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. They even sleep in a fine sleeping car. അവർക്ക് ഉറങ്ങാനായിട്ട് വളരെ ഫൈനായിട്ടുള്ള സ്ലീപ്പിംഗ് കാറൊക്കെ ഉണ്ട്. They even sleep in a fine sleeping car. How dare you ask me? എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എങ്ങനെ ധൈര്യം വന്നു? The shiny new engine went without another word. ഇത്രയും പറയാതെ ഒരൊറ്റ പോക്ക്. ആരാ? ഷൈനി ന്യൂ എൻജിൻ. ഹൗ സാഡ് വെയർ ഓൾ ദി ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ടോയ്സിനും ഡോൾസിനും ഒക്കെ ഭയങ്കരമായിട്ട് എന്തായി? സങ്കടമായി. മക്കളെ, വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മക്കൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. Then the toy clown called out, "Here comes another engine, a big strong one. Maybe this engine will help us." അപ്പോൾ വേറൊരു എൻജിൻ വന്നു അല്ലേ? അപ്പോൾ എന്താ പറയുന്നത് ടോയ് ക്ലൗൺ പറയുന്നത്? അതേ നോക്ക്, വേറൊരു എൻജിൻ വരുന്നുണ്ട്. ബിഗാണ്, സ്ട്രോങ് ഉള്ളതാണ്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ഒരു പക്ഷേ ഈ എൻജിൻ നമ്മളെ സഹായിക്കുമായിരിക്കാം. എഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. വീണ്ടും ഫ്ലാഗ് ഇങ്ങനെ വേവ് ചെയ്തു. The big strong engine came to a stop. ആ ബിഗ് ആയിട്ടുള്ള സ്ട്രോങ് എൻജിൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങ് നീന്നു. The toys and dolls called out together. ആ ടോയ്സും ഡോൾസും ഒക്കെ ഉറക്കെ എന്ത് പറഞ്ഞു? പ്ലീസ് ഹെൽപ്പ് us, ബിഗ് സ്ട്രോങ് എൻജിൻ. ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? ബിഗ് സ്ട്രോങ് എൻജിൻ ഒന്ന് സഹായിക്കാമോ? അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ us ഓവർ ദ മൗണ്ടെയിൻ. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? മൗണ്ടെയിനിലേക്ക് പുള്ളി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. യു മസ്റ്റ് ഹെൽപ്പ് us. ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. ഇല്ലെങ്കിൽ ആ ബോയ്സിനും ഗേൾസിനും എന്ത് കിട്ടില്ല? അവർക്ക് കളിക്കാൻ നല്ല ടോയും കിട്ടില്ല, കഴിക്കാൻ നല്ല ഫുഡും കിട്ടില്ല. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വോണ്ട് ടു ഹെൽപ്പ്. പക്ഷേ ആ ബിഗ് സ്ട്രോങ് എൻജിനും എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? അവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ഞാൻ ടോയ്സ് ഒന്നും വലിച്ചുകൊണ്ട് പോയില്ല. ഹീ സെഡ്, ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. ഞാൻ എന്താ വലിച്ചുകൊണ്ട് പോകുന്നത്? ബോഗികളൊക്കെ നല്ല വെയിറ്റ് ഉള്ളതൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ. ഐ പുൾ ബിഗ് ട്രക്സ്. ഞാൻ വലിയ ട്രക്സാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമയമില്ല. ആൻഡ് away puffed the big strong engine without a word. ഒന്നും പറയാതെ അത് വീണ്ടും ആ ട്രാക്കിലൂടെ അങ്ങ് കുതിച്ചങ്ങ് പോയി. ഇനി ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പിന്നീട് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വെയർ റെഡി ടു ക്രൈ. പിന്നെ എന്താണ്? ആ ഡോൾസിനും ടോയ്സും ഒക്കെ കരയാനായിട്ട് തുടങ്ങി. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോഴേക്കും ക്ലൗൺ വിളിച്ച് കൂവുകയാണ്, ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. നോക്കി ദേ വേറൊരു എൻജിൻ വരുന്നു. a little blue engine. ഒരു ലിറ്റിൽ ബ്ലൂ കളറുള്ള എൻജിൻ. a very little one. വളരെ ചെറുത്. maybe this engine will help us. ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കും. the little blue engine was a happy engine. അത് വളരെ സന്തോഷമുള്ളൊരു എൻജിനാണ് ആ വന്നത്. she saw the clown waving his red flag and stopped at once. ക്ലൗൺ ഇങ്ങനെ റെഡ് ഫ്ലാഗ് ഇങ്ങനെ വേവ് ചെയ്യുന്ന കണ്ട ഒട്ടനെ തന്നെ അത് നിന്നു. വാട്ട് ഈസ് ദ മാറ്റർ? എന്താ വിഷയം? ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. എന്താണ്? കൈൻഡായിട്ട് ചോദിച്ചു. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്, വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ? ഞങ്ങളെ ഒന്ന് വലിച്ചുകൊണ്ട് മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോകാമോ? ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ നല്ല ഫുഡോ നല്ല ടോയ്സോ ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ പ്ലീസ് ഹെൽപ്പ് us. ജസ്റ്റ് ആ മൗണ്ടെയിൻ്റെ ആ മുകൾ വരെ ഒന്ന് ഞങ്ങളെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നു. ഓ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. എന്താ പറഞ്ഞു? ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഐ ആം നോട്ട് വെരി ബിഗ്. ഞാൻ അത്ര വലുതല്ല. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്. ഞാൻ ട്രെയിൻസ് ഒന്നും വലിച്ചുകൊണ്ട് പോകാറില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാൻ ആ യാർഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. ഞാൻ മൗണ്ടെയിൻ്റെ പുറത്ത് ഇതുവരെ കയറിയിട്ട് പോലുമില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദെയർ ബിഫോർ ദ ചിൽഡ്രൻ വേക്കപ്പ്.
സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് വേണം, ആ കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്ന് ആര് പറയുന്നു? ടോയ്സും ഡോൾസും ഒക്കെ പറഞ്ഞു. പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അവർ പ്ലീസ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ ബ്ലൂ എൻജിൻ അവരെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആരെയാ? ഡോൾസിനെയും ടോയ്സിനെയും. ഷീ കുഡ് സീ ദാറ്റ് ദേ വെയർ നോട്ട് ഹാപ്പി. അവരൊന്നും ഹാപ്പി അല്ലെന്ന് അവൾക്ക് കാണാൻ പറ്റി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. അപ്പോൾ അവൾക്ക് എന്താ ചിന്ത വന്നത്? അപ്പുറത്തെ ഭാഗത്ത്, മൗണ്ടെയിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ആരുണ്ട്? കുട്ടികളുണ്ടല്ലേ. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. എന്തില്ല അവർക്ക്? ടോയ്സോ ഗുഡ് ഫുഡോ ഒന്നുമില്ല അവർക്ക്. ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഐദർ. അവരൊരിക്കലും ഹാപ്പി ആകില്ല അല്ലേ. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഐദർ. ടോയ്സോ നല്ല ഭക്ഷണമോ ഒന്നും ഇല്ലെങ്കിൽ കുട്ടികൾ ഹാപ്പി ആവോ? നിങ്ങൾ ഹാപ്പി ആവോ? ഇല്ല. അതുപോലെ കുട്ടികളും ഹാപ്പി ആകില്ല. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. അപ്പം അതിങ്ങനെ അടുത്തേക്ക് വന്നു. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിനെ പിടിച്ചു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അപ്പം ടോയ്സും ഡോൾസും ഒക്കെ വെളിയിലിരിക്കുകയല്ലായിരുന്നോ? അവരൊക്കെ അവരുടെ ആ ബോഗിയിലേക്ക് കയറി. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ്. ലാസ്റ്റ് അവൾ എന്ത് പറഞ്ഞു? ബ്ലൂ എൻജിൻ, ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. ഐ തിങ്ക് ഐ ക്യാൻ. എന്താണ്? എന്തിലും നമുക്കൊരു വിശ്വാസം വേണമല്ലേ. ഇവിടെ എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റുമെന്ന്. എനിക്ക് പറ്റും എന്ന് പോകുന്നു. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. എന്നിട്ട് വലിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ്. വലിക്കാനും ഇങ്ങനെ വലിച്ച് പോകാനായിട്ട് തുടങ്ങി. ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്. ഐ തിങ്ക് ഐ ക്യാൻ ഷീ സെഡ്. സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിങ്ങനെ വലിച്ച് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്ലോലി എന്ത് ചെയ്തു? എൻജിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അപ്പോൾ ഡോൾസും ടോയ്സും ഒക്കെ എന്ത് ചെയ്തു? ചിരിക്കാനും ക്ലാപ്പ് ചെയ്യാനും തുടങ്ങി. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. മുകളിൽ ആരെത്തി? ബ്ലൂ എൻജിൻ എത്തിയിട്ട് എന്ത് പറഞ്ഞു? ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ്. എല്ലാ സമയവും എന്ത് പറയുന്നുണ്ടായിരുന്നു? ഐ തിങ്ക് ഐ ക്യാൻ. അപ്പോൾ എനിക്ക് പറ്റൂലേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എനിക്ക് പറ്റും എന്ന് വിചാരിച്ചപ്പോൾ പറ്റി. അപ്പ് ദ ലിറ്റിൽ എൻജിൻ ക്ലൈംഡ്. അപ്പ് മുകളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ എൻജിൻ എങ്ങോട്ടേക്ക് പോയി? മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോയി അവിടെ എത്തി. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ. ലാസ്റ്റ് അവൾ എവിടെ എത്തി? മൗണ്ടെയിൻ്റെ ടോപ്പിലെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. താഴെ എന്തുണ്ട്? സിറ്റി ഉണ്ട്. അവിടെ ആരുണ്ട്? കുട്ടികളുണ്ടല്ലേ. ഹുറേ ക്രൈഡ് ഡോൾസ് ആൻഡ് ആനിമൽസ്. ഹുറേ എന്താണ്? നമ്മൾ ജയിച്ചു എന്നുള്ള ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാട്ടം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഡോൾസും ആനിമൽസും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. ബോയ്സും ഗേൾസും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് us ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലൗൺ. ക്ലൗൺ എന്താ പറഞ്ഞത്? നീ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധിച്ചത് എന്ന് പറഞ്ഞു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ്. എന്ത് ചെയ്തു? ബ്ലൂ എൻജിൻ ചിരിച്ചു. ബട്ട് as she puffed down the mountain, the little blue engine seemed to say, I thought I could. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ ബ്ലൂ എൻജിൻ എന്ത് പറഞ്ഞുകൊണ്ടാ പോയത്? ഞാൻ കരുതി എനിക്ക് പറ്റുമെന്ന്. പറ്റിയില്ലേ? അങ്ങനെ വിചാരിച്ച് പോയത് കൊണ്ടാണ് സാധിച്ചതല്ലേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കഥ. നല്ല കഥയാണല്ലേ. കുഞ്ഞുങ്ങൾ വായിച്ച ഉടനെ മനസ്സിലായില്ലേ? ക്ലാസ് മനസ്സിലായോ? മനസ്സിലായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ. അപ്പം തന്നെ മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.